അതെ, ഇന്റർവ്യൂ ബോർഡാണ്, ഇന്റർവ്യൂ ബോർഡ്. ഇന്റർവ്യൂ എത്ര മണിക്ക് ആരംഭിക്കുന്ന? പ്രത്യേകം 10 മണിക്ക് തന്നെ ഇന്റർവ്യൂ ആരംഭിക്കും. കൃത്യം 10 മണിക്ക് തന്നെ. ഓക്കെ 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 എന്നാ ഇവനൊക്കെ എന്താണ് ഓക്കെ കൊടുത്താണ് വളർത്തിരിക്കുന്നത്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചവിട്ടി അകത്തേക്ക് ഹലോ ഹലോ. എന്താ? അത് ശരി. എപ്പോ വന്ന്? ഇപ്പൊ എന്തെന്നൊക്കെയോ പറയണത്. തന്റെ പേരെന്താണ്? റമോ. റമോയാ? CJ റമോ. എടോ, ഇതിന് CJ റമോ എന്നല്ല പറയണത്. ഇതിന്റെ പേരാണ് ചിത്തഭ്രമം. മനസ്സിലായ? അതൊക്കെ പോട്ടെ. ഇവിടെ ഈ ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് ഡ്രൈവറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. താൻ എത്ര വരെ പഠിച്ച്? BSc സുവോളജി. BSc സുവോളജി, ഭൗതിക ശാസ്ത്രം. അപ്പൊ കെമിസ്ട്രിയിലൊക്കെ നല്ല പരിജ്ഞാനമായിരിക്കും. ഓക്കെ, അപ്പൊ കെമിസ്ട്രിയിൽ നിന്നൊരു ചോദ്യം. മെർക്കുറി, രസം. രസത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? വെളുത്തുള്ളി, കടുക്, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. എന്തെന്നൊക്കെയോ പറയണത്. എന്റെ വീട്ടിലുണ്ടാക്കുന്ന രസത്തിൽ അടങ്ങിയത് ഇതൊക്കെ. സൾഫ്യൂരിക് ആസിഡ്, H2SO4 സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എടോ, സൾഫ്യൂരിക് ആസിഡ് ഇതുണ്ടാക്കണ എങ്ങനെയാണ്? അതുണ്ടാക്കണല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ഒരു സാധനം എടുക്കണം. എന്ത് സാധനം? മറ്റേ ഒരു ഇത്. എന്ത്? ടെസ്റ്റ് ട്യൂബ്. നമ്മൾ വേറെ സാധനം. എന്ത് സാധനം? മറ്റേ ഇത്. എന്തെന്ന്? ഇതിന്റെ ബീക്കർ. ശരി, ഒരു കയ്യിൽ ടെസ്റ്റ് ട്യൂബ്, ഒരു കയ്യിൽ ബീക്കർ. എടുത്തു. എന്നിട്ട് നമ്മള് അല്ലെ ടെസ്റ്റ് ട്യൂബ് വേണ്ടല്ലേ? ടെസ്റ്റ് ട്യൂബ് വേണ്ട. ബീക്കർ എടുത്തിട്ട് അല്ല ടെസ്റ്റ് ട്യൂബും കൂടി ഇരുന്നോട്ടെ അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ബീക്കർ എടുത്ത് അത് നമ്മൾ ഈ പറഞ്ഞു മറ്റേ ഇപ്പൊ പറഞ്ഞു നിർത്തിയ സാധനം ഇതിലിടണം. എന്ത് സാധനം? മറ്റേ ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ? എന്തെന്ന്? സർഫ്. എടോ, സൾഫ്യൂരിക് ആസിഡ്. അത് തന്നെ പറഞ്ഞ സാധനം. ഒഴിച്ചിട്ട് നമ്മൾ ഇതിലുള്ള സാധനം ഇതിലോട്ട് ഒഴിക്കണം. ഇതിലുള്ള സാധനം ഇതിലേക്ക് ഒഴിക്കണം. ഇതിലുള്ള സാധനം ഇങ്ങനെ ഒഴിച്ച് സൗണ്ട് കേൾക്കണം കേട്ടാ. വീണ്ടും ഒഴിക്കുക. എന്താണ്? ചായ അടിക്കലായിരുന്നല്ലേ പരിപാടി? എങ്ങനെ മനസ്സിലായി? എനിക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി. അതൊക്കെ പോട്ടെ. ഇവിടെ KSRTC ബസ്സിലേക്ക് ഡ്രൈവറെ സെലക്ട് ചെയ്യാനുള്ള ഇന്റർവ്യൂ ആണ്. ഇതിനു മുമ്പ് താൻ ഏതെങ്കിലും വാഹനം ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടെന്നാ? ഞാൻ ഹെലികോപ്റ്റർ ഓടിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഓടിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ? ഞാൻ ഒരു ദിവസം എന്റെ വീടിന്റെ ബാധിക്കുന്ന തെങ്ങിന്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോ വന്നട ഒരു ഹെലികോപ്റ്റർ, ഒരു ഓലത്തുഞ്ചും ഓടിച്ചിട്ടുണ്ട്. ഓടാ ഹെലികോപ്റ്ററെ. അങ്ങനെ ഓടിച്ചിട്ടുണ്ട്. അത് ശരി. താൻ ഇവിടെ ഓടിക്കേണ്ടത് ബസ്സാണ്, ട്രാൻസ്പോർട്ട് ബസ്സാണ്. ഓക്കെ, അപ്പൊ തനിക്ക് ഇവിടെ ജോലി കിട്ടിയ അങ്ങോട്ട് സങ്കല്പിക്കുക. ഒരു 50 രൂപ. എന്താണ് 50 രൂപ? ശമ്പളം കിട്ടുമ്പോ തരാം. എടോ, തനിക്ക് സങ്കല്പിച്ചാ മതി. തനിക്ക് ഇവിടെ ജോലി കിട്ടിയെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. ഇപ്പൊ തനിക്ക് ആദ്യമായിട്ടൊരു ബസ്സിന്റെ താക്കോൽ തന്റെ കയ്യിലേക്ക് എടുത്തു വെച്ചു തനിക്ക് ബസ് ഓടിക്കാനായിട്ടുള്ള അവസരം കിട്ടുകയാണ്. താൻ ആദ്യം എന്ത് ചെയ്യും? ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങും. എന്തിനാണ് ഡോർ തുറന്ന് പുറത്തിറങ്ങണത്? എന്റെ പൊന്നു സാറേ, ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഈ മുറിയുടെ ഡോർ തുറന്നാലേ എനിക്ക് പുറത്തിറങ്ങാൻ. ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം. തമാശക്കാരൻ. ഇങ്ങനെ പുറത്തിറങ്ങി, ഡോർ തുറന്ന് പുറത്തിറങ്ങി, പിന്നെ എന്ത് ചെയ്യും? ഡോർ തുറന്ന് ഞാൻ അകത്ത് കയറും. പിന്നെ എന്തിനാണ് ഡോർ തുറന്ന് ഇതിന്റെ അകത്തേക്ക് കയറണത്? ഈ ബസ്സിന്റെ ഡോർ തുറക്കാതെ എനിക്ക് ബസ്സിന്റെ അകത്തോട്ട് കയറാൻ പറ്റും. ബസ്സിന്റെ ഡോർ തുറന്ന് ബസ്സിന്റെ അകത്തേക്ക് കയറി. ഓക്കെ എന്നാ. അപ്പൊ തനിക്കൊരു കാറാണ് ഞാൻ ഓടിക്കാൻ തരുന്നതെങ്കിൽ താൻ എന്ത് ചെയ്യും? ഡോർ തുറന്ന് ഞാൻ പുറത്തിറങ്ങും. എടോ, എന്തിനാണ് ഡോർ തുറന്ന് പുറത്തിറങ്ങണത്? എന്റെ പൊന്നു സാറേ, ബസ്സിന്റെ അകത്ത് ഡോർ തുറക്കാതെ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. ബസ്സിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങും. എന്നിട്ട് പിന്നെ ഡോർ തുറന്ന് ഞാൻ അകത്ത് കയറും. പിന്നെ എന്തിനാണ് ബസ്സിലേക്ക് ചാടി കയറുന്നത്? ഈ കാറിന്റെ ഡോർ തുറക്കാതെ എനിക്ക് കാറിനകത്ത് കയറാൻ പറ്റും. കാറിന്റെ അകത്തേക്ക് കയറി. ഓക്കെ, ആയിക്കോട്ടെ. ഞാനിപ്പോ ഒരു ജീപ്പാണ് തനിക്ക് ഓടിക്കാൻ തരുന്നതെങ്കിൽ താൻ എന്ത് ചെയ്യും? ഡോർ തുറന്ന് ഞാൻ പുറത്തിറങ്ങും. എന്തിനാണ് ഡോർ തുറന്ന് പുറത്തിറങ്ങണത്? ഈ കാറിന്റെ ഡോർ തുറക്കാതെ എനിക്ക് കാറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട്. ശരി, പുറത്തിറങ്ങി. താൻ എന്ത് ചെയ്യും? ഡോർ തുറന്ന് ഞാൻ അകത്ത് കയറും. എന്തിന്റെ ഡോർ തുറന്ന്? ജീപ്പിന്റെ ഡോർ തുറന്ന് അകത്ത് കയറും. ജീപ്പിന്റെ ഡോർ തുറന്ന് അകത്ത് കയറും. എടാ, ജീപ്പിന് എവിടെയാ ഡോറ്? ഭഗവാനെ, ജീപ്പിന് ഡോറില്ലല്ലേ? ഡോർ ഇല്ല. ഇവിടെ തനിക്ക് ബസ്സാണ് ഓടിക്കാൻ തരുന്നത്. തന്റെ കയ്യിലേക്ക് ഞാൻ താക്കോൽ ഇങ്ങനെ എടുത്ത് കയ്യിലേക്ക് വെച്ച് തരും. താൻ ആദ്യം എന്ത് ചെയ്യും? ഞാൻ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്? എന്റെ പൊന്നു സാർ, എനിക്ക് മറവിയൊക്കെ ഉള്ള. മറവി? ബാറിലേക്ക് ഇരിക്കുമ്പോൾ ഒരു മറവിയുടെ. അത് ശരി. അപ്പൊ വെള്ളടിക്കാൻ? അതല്ല, ബാർബർ ഷാപ്പ്. ബാർബർ ഷാപ്പ്. അത് ശരി. എന്നിട്ട് താൻ ഇങ്ങനെ ബസ്സിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ തപ്പി നോക്കും. എന്ത് തപ്പി നോക്കും? അല്ല, ഈ താക്കോലിട്ടാണല്ലോ സുചിരം കാണണ്ടേ? അത് തന്നെ. അപ്പൊ അതൊന്നും അറിയാൻ പാടില്ല. അതിപ്പോ പുതിയ മെത്തേഡ് സിസ്റ്റംസ്. അത് ശരി. താൻ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആക്കി ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ താൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 100 കിലോമീറ്റർ സ്പീഡിൽ പോകുമല്ലോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് തന്റെ വണ്ടിയുടെ ബ്രേക്ക് അങ്ങോട്ട് പൊട്ടി. താൻ എന്ത് ചെയ്യും? ഞാൻ തുപ്പലോട്ട് അങ്ങ് ഒട്ടിക്കും. ചെറുത് അങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്നതല്ല. ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വെൽഡിങ് ചെയ്യണം. വെൽഡിങ് മനസ്സിലായ? വെൽഡിങ് കഴിഞ്ഞാണ് നമ്മുടെ. എന്ത് വെൽഡിങ്? കല്യാണം. എടോ, അത് വെൽഡിങ്. ഇത് വെൽഡിങ്. ഇരുമ്പൊക്കെ വെൽഡ് ചെയ്യണം. മനസ്സിലായ? അങ്ങനെ വെൽഡ് ചെയ്ത് അങ്ങോട്ട് പോകണം. വീണ്ടും താനെങ്കിൽ 60-70 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ട്രാഫിക് ജാം. താൻ എന്ത് ചെയ്യും? ഞാൻ വണ്ടി അവിടെ ചവിട്ടി നിർത്തും. കറക്റ്റ് നിർത്തണം. എന്നിട്ട് ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങും. എന്തിനാണ് ഡോർ തുറന്ന് പുറത്തിറങ്ങുക? ബേക്കറിയിൽ നിന്ന് ഒരു പാക്കറ്റ് ബ്രെഡും മേടിച്ച് ജാമും കൂട്ടി അങ്ങോട്ട് തിന്നു. എടോ, ആ ജാമല്ല ഈ ജാം. ഇത് വേറെ ജാം, ട്രാഫിക് ജാം. മനസ്സിലായ? ഈ ജാമും കടന്ന് തന്റെ വണ്ടി വീണ്ടും മുൻപോട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 100-110 കിലോമീറ്റർ സ്പീഡ് പോകുമല്ലോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു 90 വയസ്സുള്ളൊരു വയസ്സൻ തന്റെ വണ്ടിക്ക് വട്ടം ചാടി വണ്ടി ഇടിച്ചു വൃദ്ധൻ റോഡിൽ മലന്നടിച്ച് വീണു. താൻ എന്ത് ചെയ്യും? ഞാൻ വണ്ടി അവിടെ നിർത്തും. കറക്റ്റ് നിർത്തണം. ഡോർ തുറന്നിട്ട് ഞാൻ പുറത്തിറങ്ങും. കറക്റ്റ്. എന്നിട്ട് ഈ വയസ്സിനെ എടുത്ത് ഇങ്ങനെ പൊക്കി നോക്കും. ആശുപത്രി കൊണ്ടുപോകും.
കൊണ്ടുപോകാൻ. ആശുപത്രി കൊണ്ടുപോകാനല്ല, പിന്നെ ജീവൻ ഉണ്ടെങ്കിൽ അടുത്ത് കിടക്കുന്ന കല്ലെടുത്ത് ഇടിക്കാൻ കൊല്ലും ഞാൻ. ഇവിടെ എന്തിനാണ് 90 വയസ്സുള്ള വയസ്സിനെ കല്ലിടിച്ച് കൊല്ലണത്? ഈ 90 വയസ്സുള്ള വയസ്സിനെ എന്റെ വണ്ടി ഇടിച്ചിട്ട് ചത്തില്ലെന്ന് പറഞ്ഞ നാട്ടുകാർ എന്നോട് ചോദിക്കുമല്ലേ സാറേ. അത് ശരി, അപ്പൊ അങ്ങനെയാണ്. തനിക്ക് ഈ വണ്ടി പുറകോട്ട് എടുക്കാനുള്ള മെത്തേഡ് അറിയാം? പുറകോട്ട് വണ്ടി ഇങ്ങനെ ബാക്കോട്ട് എടുക്കാനുള്ള മെത്തേഡ്. ആ ബസ് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ടിൻഡിം ബെല്ലടിക്കുമ്പോ താൻ പുറകോട്ട് 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 പൊക്കോളാം. കേട്ടല്ലോ? ഓക്കെ. ടിൻഡിം പോട്ടെ വണ്ടി പോട്ടെ, ടിൻഡിം പോട്ടെ വണ്ടി പോട്ടെ, ടിൻഡിം പോട്ടെ വണ്ടി പോട്ടെ. ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്. എടോ, ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കയറ്റി വിടറോ. രാവിലെ തൊട്ട് How are you? I love you. വേറെ അറിയൂ? വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അതല്ലേ ഞാൻ ചോദിച്ചത്, തന്റെ പേരെന്താണെന്ന്. പേര് കേശവൻ. എടോ, ഒരു ഇന്റർവ്യൂ ബോർഡിൽ വരുമ്പോഴെങ്കിലും ഇൻഷ്യൽ കൂട്ടി പേര് പറയണം, മനസ്സിലായോ? ഇൻഷ്യൽ പറഞ്ഞല്ലോ. ഇൻഷ്യൽ എന്ത് ഇൻഷ്യൽ? കെ. അത് ശരി, കെ ആണ് തന്നെ ഇൻഷ്യൽ. അപ്പൊ പേരെന്താണ്? ശവൻ. ബെസ്റ്റ് പേര്. അതൊക്കെ പോട്ടെ. തനിക്ക് ഇവിടെ ജോലി കിട്ടിയാ നിങ്ങൾ സങ്കല്പിക്കുക. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം താൻ എന്ത് ചെയ്യും? കല്യാണം കഴിക്കും. കല്യാണം കഴിക്കും. അത് ശരി, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ പോലെ പാത്രം കഴുകും, തുണി അലക്കും, പശുവിനെ കെട്ടും, മുറ്റൊക്കെ അടിക്കും. അച്ഛൻ ഇതായിരുന്നു പണിയല്ലേ? അതൊക്കെ പോട്ടെ. ആരാകാനാണ് ആഗ്രഹം? എനിക്ക് എന്റെ അച്ഛനെ പോലെ ഒരു ഡോക്ടർ ആകാനാണ് ആഗ്രഹം. അത് ശരി, അപ്പൊ അച്ഛൻ ഡോക്ടറാണ്. അച്ഛൻ ഇത് തന്നെയായിരുന്നു ആഗ്രഹം. എങ്ങനെയെങ്കിലും ഒരു ഡോക്ടർ ആക്കണം, ഡോക്ടർ ആക്കണം. അത് ശരിയാക്കെ പോട്ടെ. വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടോ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ അല്ലായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ ആയിരുന്നു. അവസാനം അവർ എന്നോട് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. പൊക്കോളം പറഞ്ഞത്? എനിക്ക് ചെറിയൊരു ഹോബി ഉണ്ടായിരുന്നു. ഹോബിയാ? ഈ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കാരണം പൊക്കോ, ഇവിടെ സ്റ്റാമ്പ് ഒന്നും കാണുന്നില്ല, പൊക്കോളം. അത് ശരി, അപ്പൊ വെറുതെ എല്ലാവരും പറഞ്ഞു വിട്ടത്. എടോ, തനിക്കറിയോ തനിക്ക് ഇവിടെ തന്നെ ഇവിടെ ജോലിക്ക് എടുക്കാനുള്ള പവർ എനിക്കുണ്ട്, മനസ്സിലായ? തന്നെ ഇവിടെ ജോലിക്ക് എടുക്കാനുള്ള പവർ എനിക്കുണ്ട്. ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി പറഞ്ഞു വിടാനുള്ള പവർ എനിക്കുണ്ട്. അതും പോരാത്ത ഈ കമ്പനിയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ എത്തിക്കാനുള്ള പവർ എനിക്കുണ്ട്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി നിനക്ക്? ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? സാറ് വലിയക്കാട്ട ഒരു പവർ ഹൗസ് ആണ് എനിക്ക് മനസ്സിലായി. അത് ശരി. തന്നോട് കുറച്ച് ജനറൽ നോളജ് ഞാൻ ചോദിക്കാം, കറക്റ്റ് ആൻസർ പറഞ്ഞോളാം. പക്ഷെ ഉത്തരം ഞാൻ പറയും. എടോ, ഇത് ഞാൻ ചോദ്യം ചോദിച്ചാൽ പിന്നെ ഉത്തരം താനല്ലാണ്ട് പിന്നെ ആരോട് പറഞ്ഞത്? അല്ലെ, രണ്ടും പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ടല്ലോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ. ഒരു കുട്ടി ജനിച്ചു വീണാൽ ആദ്യം അമ്മേ എന്ന് വിളിച്ചാണ് കരയുന്നത്. എന്തുകൊണ്ടാണ്? അച്ഛനാരാന്ന് അറിയാൻ പാടില്ലാത്തോണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ആദവും ഹൗവയും അറിയാലോ. ഈ ആദവും ഹൗവയും ഏത് നാട്ടുകാരായിരുന്നു? നമ്മുടെ നാട്ടുകാര്. നമ്മുടെ നാട്ടുകാരാ? കേരളത്തുകാരാ. എന്താണോ അങ്ങനെ പറഞ്ഞത്? എന്റെ സാർ, അവർക്ക് കൊടുക്കാൻ തുണി ഉണ്ടായിരുന്ന? ഇല്ല. കിടക്കാൻ വീടുണ്ടായിരുന്ന? ഇല്ല. കിടക്കാൻ വഴി ഉണ്ടായിരുന്ന? ഇല്ല. കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്ന? ഇല്ല. ഇതാ പറഞ്ഞു, ഇവരൊക്കെ നമ്മുടെ കേരളത്തുകാരായിരുന്നു. ഭയങ്കര ബുദ്ധിയുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഇരുമ്പ് താഴെ വീണാൽ എന്ത് പറ്റും? ഇരുമ്പ് താഴെ വീണാ പാട്ടവർക്കാർ എടുത്തോണ്ട് പോകും. ചേട്ടോ, ഇരുമ്പ് താഴെ വീണ തുരുമ്പെടുക്കും. അതിനേക്കാൾ മുമ്പ് പാട്ടവർക്കാർ എടുത്തോണ്ട് പോകും സാറേ. അത് ശരി. അപ്പൊ താൻ ഇന്റർവ്യൂവിന് വന്നാണല്ലോ. എന്തെങ്കിലും പ്രത്യേക തരത്തിൽ കഴിവുകൾ വല്ലതും ഉണ്ടോ? മിക്രിമി. ഓ, സിനിമാടന്മാരെ സൗണ്ട്. മിമിക്രി. 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 എടോ, മിമിക്രി. മിക്രിമി. എടോ, മിമിക്രി. മിക്രിമി. ഞാൻ പറയണ പോലെ പറഞ്ഞോളാം. മീ 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 ക്രി ക്രി മിമിക്രി മിക്രിമി മിമിക്രി മിക്രിമി മിമിക്രി മിക്രിമി മിക്രിമി മിമിക്രി. ഇതാരാണ് കാരണം? അതൊക്കെ പോട്ടെ. അപ്പൊ താനിവിടെ മിമിക്രിയെ കാണിക്കും. മിമിക്രിയിൽ എന്താണ് താൻ കാണിക്കാൻ പോകുന്നത്? കാവ്യമാധവൻ. കാവ്യമാധവന്റെ ശബ്ദം. കാവ്യമാധവന്റെ ശബ്ദം. എന്റെ പൊന്നോ, വേറെ നടന്മാരില്ലേ? അതായത് ഒരുപാട് മിമിക്രിക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ കാവ്യമാധവന്റെ ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. കാവ്യമാധവൻ. കാവ്യമാധവൻ നോക്കി നോട്ടാ. എന്തെന്നാണ് കാവ്യമാധവന്റെ ശബ്ദം കണ്ട് ഊമയുടെ ഒക്കെ സൗണ്ട് എടുത്തോണ്ട് വന്നത്? ആ ഊമപ്പെണ്ണ് ഉരിയാടെ പടത്തിൽ ഇതേ ശബ്ദമല്ലേ? അത് ശരി, ആളെ കളിപ്പിക്കാൻ വന്നതാണല്ലേ. മിമിക്രിയിൽ വേറെ എന്തൊക്കെ നമ്പർ ഉണ്ട്? ഇനി നമുക്ക് ഒരു പ്ലെയിനും ഒരു ഹെലികോപ്റ്ററും ഒരു റോക്കറ്റും ആകാശത്തൂടി പോണ എങ്ങനെയാന്ന് നോക്കാം. ഒരു പ്ലെയിനും ഒരു റോക്കറ്റും ഒരു ഹെലികോപ്റ്ററും കൂടി ആകാശത്ത് കൂടി പോണ എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ ഓക്കെ നോക്കാം. ഓക്കെ 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 ഓക്കെ. എന്നാ ഇതെന്താണ് കാണിച്ചത്? ഒരു പ്ലെയിനും ഹെലികോപ്റ്ററും റോക്കറ്റും കൂടി ആകാശത്തൂടി പോണം നോക്കണത്. അത് ശരി, ഇങ്ങനെ നോക്കണത്? പിന്നല്ലാണ്ട് ഇങ്ങനെ നോക്കാൻ ഞാൻ താഴെ കൂടിയാണ് ഇതൊക്കെ പോണത്. സാറ് തന്നെ ചോദ്യം. തന്നോട് കൂടുതൽ ചോദ്യമൊന്നും ഞാൻ ചോദിക്കണ്ട. ഒരേ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ ഇന്റർവ്യൂ അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ട് ആലോചിച്ച് മറുപടി പറയുക. ഓക്കെ ഓക്കെ. ഇതെന്താണ്? തുണി. തുണി തുണി നല്ല തുണി. തുണിയാണെന്നാ? എടോ, ഇതെന്താണ്? തുണി. തുണി ചുമര വെള്ള പച്ച തുണി. എടോ, താനൊരു ഇന്ത്യക്കാരനല്ലേ, ഭാരതീയനല്ലേ? ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? തുണി. തുണിയാ? എടോ, ഇതിന്റെ അമ്മയുടെ, നിന്റെ പെറ്റമ്മ, നിന്റെ പെറ്റ തള്ള, മനസ്സിലായില്ല? എന്റെ പെറ്റമ്മ. നിന്റെ പെറ്റമ്മ ഇറങ്ങി പോളവിടുന്ന്. ഒരു മെനകെട്ടവന്മാർ വന്നോളൂ. ഇവിടെ വേണോ? താൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നാണ്. തന്നോട് ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാൽ തനിക്ക് ഇവിടെ ജോലി കിട്ടും, ഉറപ്പ്. എന്ത് ചോദിക്കും സാർ? ഓക്കെ, കൂടുതലൊന്നുമില്ല. ഇതെന്താണ്?
ഒന്ന് പോ സാറേ. പോകാനാ? എടാ എന്താണെന്ന് പറയണ. സാറിനെ പറ്റിക്കാനും നോക്കണ്ട. പറ്റിക്കാൻ പറഞ്ഞാൽ ഇത് എന്താണെന്ന് പറഞ്ഞു. ഇതുപോലെ 3ാം ക്ലാസ്സിൽ പിള്ളേരോട് പോയി ചോദിക്കും. അതാണ് ഞാൻ ചോദിച്ചത്, എന്താണിത്? ഇതെന്താണെന്ന് അറിയത്തില്ല. സാറിന് അറിയാം? എനിക്കറിയാം, നിനക്കറിയില്ലേ? ഇതെന്താണെന്ന് അറിയാം? ഇല്ല. ഇപ്പൊ ഇവിടുന്ന് ഒരുത്തിന് ഇറങ്ങിപ്പോയില്ലേ, ആ അവന്റെ അമ്മയാണ്. ഏ പെറ്റതല്ല, പെറ്റമ്മ.